ഇതുപോലെ അതിലിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ വന്നിട്ട് കൈ ഇതുപോലെ ഒന്ന് കുഴിച്ചു പിടിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് കൈ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അനുഗ്രഹിക്കുന്ന ഇങ്ങനല്ല ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് നെഞ്ചിന്റെ ഈ ഭാഗത്ത് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് പതുക്കെ തട്ടാവും. നിങ്ങളുടെയാണ് നെഞ്ച്, അതുകൊണ്ട് പതുക്കെ ഒന്ന് തട്ടിക്ക്. സംഭവം പിടികിട്ടിയല്ലോ. എന്നാൽ ഇത് അവിടെ ചെന്നിട്ട് അണ എന്ന് തട്ടി വിളിക്കരുത്. ഓക്കെ, അവിടെ എന്താ ചെയ്യുക, നല്ല ശക്തമായിട്ട് തട്ടി വിളിക്കുക. എങ്ങനെയാ, ചേട്ടോ 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 എന്ന് തട്ടി വിളിക്കുക. നല്ല ശക്തമായിട്ട് തന്നെ തട്ടി വിളിക്കുക. അപ്പൊ എന്ത് ചെയ്യും, ആള് അബോധാവസ്ഥയിൽ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, മുഖത്തിനകത്ത് ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു അനക്കമോ ഉണ്ടാകും. എന്ന് പറഞ്ഞ് അനങ്ങിയില്ലെന്ന് പറഞ്ഞ ആൾക്ക് CPR കൊടുക്കാൻ പോകരുത്. അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ആളുടെ കഴുത്തിലെ പൾസ്, കയ്യിൽ ആ സമയത്ത് പൾസ് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അതിനെന്ത് ചെയ്യണം, നേരെ കഴുത്തിന്റെ നടുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. 1 ഇഞ്ച് ലെഫ്റ്റിലോട്ടോ 1 ഇഞ്ച് റൈറ്റിലോട്ടോ ഇങ്ങനെ ഒന്ന് നിരക്കിയാൽ മതി. നടുക്ക് വെച്ചിട്ട് 1 ഇഞ്ച് ലെഫ്റ്റിലോട്ടോ 1 ഇഞ്ച് റൈറ്റിലോട്ടോ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പൾസും കിട്ടും. ഇതിനെയാണ് ഹൃദയത്തിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൃദയത്തിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള ലൈനാണ്. അപ്പൊ അവിടെ നമുക്ക് ശരീരത്തിൽ എവിടെ കിട്ടിയില്ലെങ്കിൽ ഹൃദയം ഇടിപ്പുണ്ടെങ്കിൽ കൃത്യമായിട്ട് എവിടെ കിട്ടും, എവിടെ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, കിട്ടുമോ, കിട്ടുന്നില്ല. അപ്പൊ ഹൃദയം ഇല്ല എന്നാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ വെക്കുക. 1 ഇഞ്ച് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ 1 ഇഞ്ച് റൈറ്റിലോട്ടോ നോക്കുക. എന്നിട്ട് ഇവിടെ പൾസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി പൾസ് കിട്ടിയില്ല, ചിലപ്പോൾ നമ്മുടെ അപ്പോഴത്തെ ഫിയർ ഫാക്ടർ കാരണം, നമ്മുടെ ഭയം കാരണം പെട്ടെന്ന് ഒരാളുടെ അവസ്ഥ കണ്ട് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് തെളിയിക്കാം. എന്താണ്, ചെവി എടുത്ത് ആളുടെ മൂക്കിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. കാരണം എന്താ, ഹൃദയവും ലങ്സും ഇന്റർ കണക്റ്റഡാണ്. അപ്പോൾ ശ്വാസവും ഇല്ല പൾസും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആൾക്ക് ഹൃദയ സ്തംഭനം ഏർപ്പെട്ടു എന്നതാണ്. അവിടെ നിങ്ങൾക്ക് മാത്രമേ ഇയാളെ രക്ഷിക്കാൻ പറ്റൂ. കാരണം എന്താ, നിങ്ങളുടെ കൺമുന്നിലാണ് ഇയാൾ അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് പോയത്. അപ്പോൾ 10 മിനിറ്റ് സമയം ഈശ്വരൻ തരുന്ന ഒരു സമയം ആരുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ ലോക്ക് ചെയ്യുക. നമുക്ക് വാക്കുള്ള കൈ നോർമലി പറയുന്നത് എന്താണ്, നമുക്ക് വാക്കുള്ള കൈ നമ്മുടെ ഓപ്പോസിറ്റ് കൈയുടെ പുറത്ത് വെക്കണമെന്നാണ്. പക്ഷെ ആ ഒരു എമർജൻസി സ്റ്റേജിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോയാലും നിങ്ങൾ അത് കാര്യമാക്കേണ്ട. ഇതുപോലെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് നേരെ ഹൃദയത്തിന്റെ പുറത്തേക്ക് കൈ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഞാൻ നിൽക്കുന്നത് അതെവിടെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ കണ്ടോ, ഒരിക്കലും ഇങ്ങനെ കിടക്കരുത്. നമ്മുടെ നടുവിന് അത് കേടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, തലയൊന്ന് നീട്ടി നിവർത്തി വെക്കുക. തലയൊന്ന് ഉയർത്തി നമ്മുടെ ഫ്രണ്ട് ഫേസ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 2 ഇഞ്ച് താഴ്ചയിലേക്ക് 1 മിനിറ്റിൽ 120 പ്രാവശ്യം എന്ന കൗണ്ടിൽ, അപ്പോൾ 1 സെക്കൻഡിൽ 2 മാക്സിമം ഇതുപോലെ ഒന്ന് അടുത്തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 1 2 3 4 5 6 7 8 9 30. എന്നിട്ട് എന്ത് ചെയ്യുക, തല ഇങ്ങനെ ഒന്ന് ടിൽറ്റ് ചെയ്ത് എയർവേ മാനേജ് ചെയ്യുക. എയർവേ നേരെയാക്കുക. വായൊന്ന് തുറന്നു പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ വെച്ച് 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. നമ്മൾ ഡീപ്പായിട്ടൊരു ബ്രത്ത് എടുക്കണം. കാരണം എന്താ, ഇതിൻ്റെ ഒരു 40 മുതൽ 50% ഓക്സിജൻ ഇയാളുടെ ലങ്സിലേക്ക് പോകുന്നുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് കോവിഡ് പൂർണ്ണമായിട്ടും WHO പാൻഡമിക് പിൻവലിച്ചതിന് ശേഷം നമ്മളിത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം കൊടുത്താലും തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പം ഓപ്പൺ CPR എങ്കിലും ഇതുപോലെ ചെയ്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇത് നിർബന്ധമാക്കിയിട്ടില്ല, എന്നാൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. മൗത്ത് ഒന്നും എടുത്ത് ആ സമയത്ത് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു ഇമാജിനറി അതിൻ്റെ മധ്യഭാഗം ശ്രദ്ധിച്ചോളെ, 2 നിപ്പിൾ തമ്മിൽ ഒരു ഇമാജിനറി ലൈൻ, നമ്മൾ മനസ്സിലൊരു ലൈൻ കാണുക. അതിൻ്റെ മധ്യഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കൈവയ്ക്കുക. ഇനി അതിൽ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഇവിടെ ഒന്ന് തൊട്ട് ഈ എല്ല് തീരുന്ന കുഴിയുണ്ട്, അവിടെ 4 പേരിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നേരെ ലെഫ്റ്റിലോട്ട് കയറി അവിടെ ഈ സൈറ്റായി. പക്ഷെ എപ്പോൾ അത് റൈറ്റ് കൈ ചെയ്താലും ലെഫ്റ്റ് കൈ ചെയ്താലും കൈയുടെ ഈ ഭാഗം ഈ ലെഫ്റ്റ് നിപ്പിളിന്റെ തൊട്ട് സൈഡിലായിട്ട് വരണം. ഇവിടെയാണ് ഹാർട്ട് ഇരിക്കുന്നത്. ഹാർട്ടിന്റെ അപ്പെക്സ് റീജിയൻ ഇവിടെയും
ഇവിടെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാം? ഇങ്ങനെ ഒരു പ്രാവശ്യം 2 ഇഞ്ച് നിങ്ങൾ അകത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഓടാത്ത വണ്ടി നിങ്ങൾ തള്ളി സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? ഏതാണ്ട് അതേ പ്രക്രിയ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ച് കൈ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് പമ്പ് ചെയ്യുന്നു. കൈ എടുക്കുമ്പോൾ വീണ്ടും ഹാർട്ട് നിറയുന്നു, ബോഡിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിറയുന്നു. വീണ്ടും നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാൻഡ് പമ്പ് പോലെ തന്നെ പമ്പ് ഇവിടെ ബ്രെയിനെ ലൈവ് ആക്കി നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഈ 1 മണിക്കൂറിനകത്ത് വെച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ബ്രെയിൻ ലൈവ് ആണെങ്കിൽ അവർക്ക് വെന്റിലേറ്ററിൽ ഇട്ടും മെഡിസിൻ കൊടുത്തും എമർജൻസി ഡ്രഗ് കൊടുത്തും ആളിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അത് ആദ്യത്തെ 10 മിനിറ്റ് ആണെങ്കിൽ 80 മുതൽ 90% ആൾക്ക് ജീവൻ തിരിച്ച് കിട്ടും, ഉറപ്പാണ്. എന്നാൽ ആദ്യത്തെ 1 മണിക്കൂറിനകത്ത് വെച്ച് നിങ്ങൾ കൊണ്ടുപോയാൽ 75% നിങ്ങൾക്ക് തിരിച്ച് ജീവൻ പിടിക്കാം. ഇനി നിങ്ങൾ പോകുന്ന വഴി ആള് എന്നൊക്കെ ഒരു സൗണ്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ CPR അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ആദ്യം ആളുടെ അടുത്തൊന്നിരിക്കുക, എന്നിട്ട് തട്ടിപ്പിടിക്കുക. ആൾ അനങ്ങുന്നില്ല, നേരെ എന്ത് ചെയ്യുക? ഒരു ആംബുലൻസ് വിളിക്കുക പെട്ടെന്ന് തന്നെ. ഓക്കെ, ആംബുലൻസ് വരാൻ 10 മുതൽ 15 മിനിറ്റ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പൾസ് ഞാൻ ഇവിടെ പറഞ്ഞു, നടുക്ക് കൈവയ്ക്കുക, ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്യുക, അപ്പോൾ അല്ലെങ്കിൽ റൈറ്റിലേക്ക് 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്താൽ ഇവിടെ കരോട്ടിഡ് പൾസ് കിട്ടും. അതിനൊപ്പം ശ്വാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ശ്വാസവുമില്ല, പൾസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? CPR കൈതാ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ 2 നിപ്പിൾ തമ്മിൽ ഇമാജിനറി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം കൈ വരേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കൈ വന്ന് കൃത്യമായിട്ട് നേരെ താഴേക്ക് 2 ഇഞ്ച് അകത്തേക്ക് പ്രസ് ചെയ്യുക, കൈ തിരിച്ചെടുക്കുക. 1/2 സെക്കൻഡ് വീതം ഗ്യാപ്പുള്ള CPR 1 മിനിറ്റിൽ 120 പ്രാവശ്യം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇടയ്ക്ക് നിർത്തരുത്. ഇതുപോലെ 1 2 3 4 5. ചിലർ എന്ത് ചെയ്യും? മാക്സിമം പ്രഷർ കൊടുത്തിട്ട് 1 2 3 4 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തളർന്നു പോകും. അതിനെന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 21 22 23 24 25 26 27 28 29 30. സാധാ ആംബുലൻസ് നമ്മൾ കയറ്റി വിട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ CPR കൊടുത്ത് നമ്മൾ പോകണം. അതിനകത്ത് EMT കാണില്ല, നമ്മൾ തന്നെ പോകണം. ഇത് നമ്മൾ കൃത്യമായിട്ട് വീട്ടിലാണെങ്കിലും പൊതുസ്ഥലത്താണെങ്കിലും CPR നന്നായിട്ട് അറിഞ്ഞിരിക്കുക. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് CPR കൊടുക്കാനെങ്കിലും അറിഞ്ഞിരിക്കുക.